നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല. ഈ വ്യക്തിക്ക് വളരെ സങ്കടമുണ്ട്. ഒറ്റപ്പെടൽ താങ്ങാനാകുന്നില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രേരണ എന്ന് പറഞ്ഞിരുന്നത് നിങ്ങളായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളുടെ വലയത്തിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളും ഈ വ്യക്തി പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സാധ്യമായില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ വ്യക്തി വിധേയമായിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോകണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിക്ക് സഹിക്കാനാകാത്ത വിധത്തിലുള്ള ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെല്ലാം തന്നെ തീർത്തിട്ട് സമാധാനപരമായി നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ള ചിന്താഗതിയോടെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഈ വ്യക്തി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ സന്തോഷകരമായി നിങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെയും ദൈവത്തിൽ വിശ്വസിച്ച് പിതൃക്കന്മാരിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിലും പല കാര്യങ്ങളിലും ഈ വ്യക്തി തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ തടസ്സത്തെ മറികടക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രാർത്ഥനകളോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ വ്യക്തി വിധേയമാവുകയാണ്. ഈ വ്യക്തി നിങ്ങളുമായി പുതിയൊരു തുടക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി റീചാർജ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ വ്യക്തിയുടെ എനർജി നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നഷ്ടപ്പെട്ടു പോയതായിട്ടും ആ എനർജി വീണ്ടെടുക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ആത്മീയ വഴികൾ തേടുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതുമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിശ്രമങ്ങൾക്ക് ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കുകയുമില്ല. എന്നാൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും മറന്നു കളയാൻ സാധിക്കുന്ന ഒന്നല്ല. ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അതിനെല്ലാം പ്രായച്ചിത്തമായി നിങ്ങളോട് കൂട്ടുകൂടണമെന്നും നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം ഈ വ്യക്തിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത സങ്കടം തന്നെയാണ്. ഈ വ്യക്തി ഒറ്റപ്പെട്ട് വിഷമത്തോടെ ജീവിക്കുമ്പോഴാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങളും എത്രമാത്രം ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തി പലതരത്തിലുള്ള പരിശ്രമങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിക്ക് വളരെ സങ്കടമുണ്ട്.
എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ വ്യക്തി നല്ല പുതിയ തുടക്കങ്ങൾക്ക് ഈ വ്യക്തി വഴി തെളിയിക്കുകയാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി ഈ വ്യക്തി പലതരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും എന്നേക്കുമായി രക്ഷ നേടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് സമാധാനപരമായി തിരിച്ചു വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും സന്തോഷമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെ സ്നേഹിക്കുവാനും കൂടെ ചേർത്ത് നിർത്തുവാനും ഈ വ്യക്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ പോലും മാറി താമസിക്കുന്നത് കൊണ്ടോ ദൂരെ നിൽക്കുന്നത് കൊണ്ടോ ഈ വ്യക്തിക്ക് മാനസികപരമായി നിങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള അകൽച്ച അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു വായന നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ പോലും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഈ വ്യക്തി അത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിലെ മുറിവുകൾ മരുന്ന് വെച്ച് ഉണക്കാൻ സാധിക്കും, എന്നാൽ മനസ്സിലെ മുറിവ് അതെങ്ങനെ ഉണക്കാൻ സാധിക്കും, ആ ഒരു വ്രണം എങ്ങനെ ഇല്ലാതെയാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനേക ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സംസാരം, സ്നേഹപ്രകടനം, ഇതെല്ലാം തന്നെ ഈ വ്യക്തി പുതിയൊരു തുടക്കം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരാൻ തയ്യാറായി നിൽക്കുകയാണ് ദൈവങ്ങളും പ്രപഞ്ച ശക്തിയും എല്ലാം തന്നെ. ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, അത് വലിയൊരു മാറ്റമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാനാകാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വ്യക്തിയുടെ എനർജി എല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് വളരെ പൂർവാധികം ശക്തിയോടെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങൾക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുമാത്രമല്ല ഈ വ്യക്തി വളരെ പോസിറ്റീവായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെ ഓർത്ത് പലപ്പോഴും കരയുമെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് മനസ്സിനെ പോസിറ്റീവായി കൊണ്ടുവരാൻ തന്നെയാണ് ഈ വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ പാനപാത്രം 9 പാനപാത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ വായനയിൽ കാണാൻ സാധിക്കുന്നത്. 9ഉം 8ഉം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 10ഉം കൂടി വരേണ്ടതായിട്ടുണ്ട്, അതായത് പൂർണ്ണമാകേണ്ടതായിട്ടുണ്ട്. എവിടെയോ അപൂർണമായി കിടക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു. പക്ഷെ അതെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ട് വളരെ ശക്തിയാർന്ന രീതിയിൽ മുന്നോട്ട് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള വിജയത്തിനും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പുതിയ നല്ല നല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ചും ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ചും വേണം. അതുപോലെ ഈ വ്യക്തിക്കും കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ച് വേണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വലിയൊരു മാറ്റത്തിന് ഈ വ്യക്തി വിധേയമാവുക തന്നെ ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഈ വ്യക്തി മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.